അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ഇപ്പോൾ മീനാക്ഷി അങ്ങനെ ഒരുപാട് നല്ല നല്ല കാസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. ഓരോരുത്തരെങ്ങനെയാണ് സെലക്ട് ചെയ്തത്? നമ്മളിപ്പോൾ ഒരു മൂവി കഥയാണെങ്കിലും അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോഴാണെങ്കിലും കഥ എഴുതുന്ന സമയത്താണെങ്കിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ചിലവർ ആലോചിക്കാറുണ്ടെന്ന് പറയാറുണ്ട് ഇന്ന ആൾ അഭിനയിച്ചാൽ നല്ലതായിരിക്കും. അപ്പം എങ്ങനെയാണ് കാസ്റ്റിംഗ് ഒക്കെ നടക്കുക? കാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 100-108 ക്യാരക്ടേഴ്സെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്പം കുടശനാട് കനക, അപ്പോൾ കനക ചേച്ചിയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അവരൊരു പഴയ കാലഘട്ടത്തിൽ ജീവിച്ചൊരു സ്ത്രീയാണ്. അത് അവസാനം വരെ അത് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം പിന്നെ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് കുടുംബങ്ങളെ താങ്ങി നിർത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്തെ ഈ ഇപ്പം സീമ ചേച്ചി ആണെങ്കിലും പിന്നെ നമ്മുടെ പ്രിയങ്ക ചേച്ചി ആണെങ്കിലും ഇവരെല്ലാം ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബം പോരുന്ന സ്ത്രീകളായിട്ട് തന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സാമൂഹിക വിഷയങ്ങൾ പലതും ഈ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെ നമ്മൾ കോർത്തിണക്കി തന്നെ ഇത് സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ ചിരിയും ചിന്തയും. പക്ഷേങ്കിൽ ഇപ്പം അറിയാമല്ലോ, ഒരു നമ്മൾ ലഹരിയുമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമ ചെയ്യുമ്പോൾ അത് ത്രൂ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സബ്ജക്റ്റിലോട്ട് ചെല്ലുവാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്പോർട്സിനെ കൂടെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പ്രശാന്ത് ഈ ഒരു ടീമായിട്ട്? ഒരുപാട് നല്ല കാസ്റ്റുകൾ എല്ലാവരും വെച്ചിട്ടുള്ള നല്ലൊരു അസോസിയേഷൻ ആയിരുന്നു. ബിക്കോസ് ഒരു 36 ഡേയ്സോളം ഷൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കും ഏകദേശം ഒരു 10-15 ഡേയ്സോളം അതിനകത്തുള്ള ഞാൻ ഇൻവോൾവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിപ്പം പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും എൻ്റെ സുഹൃത്തായത് കാരണം സോ നമ്മൾ ടോട്ടലി അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. സോ കുറേ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റും. ഐ മീൻ അപ്പാർട്ട് ഫ്രം ആക്ടിങ് നമുക്ക് കുറേ കാര്യങ്ങൾ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ന്യൂ പ്രൊഫഷനാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡെഫിനറ്റ്ലി. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾക്ക്, അതായത് ടീനേജ് ലൈഫിൽ ശരിക്കും നമ്മൾ ഫോം ചെയ്യുന്നത് അവിടെ നിന്നാണ്, നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ അവിടെ നിന്നാണ്. സോ ഈ പറഞ്ഞ പോലെ സ്പോർട്സിന് അതിനകത്ത് റിലവൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് അങ്ങനെയുള്ള അബ്യൂസീവായിട്ട് ചെയ്യുന്ന ടീനേജ് സ്റ്റൈലിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തില് നമുക്ക് കുറെ ഇൻവോൾവ്മെന്റ് ആ ഒരു ഫിലിമിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സോങ്സിന്റെ ഒരു ശരിക്കും ഒരു USP ആണ്. നല്ല കുറെ സോങ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, ഓൾറെഡി ഇത് യൂട്യൂബിൽ ഇപ്പൊ ട്രെൻഡിങ് ആണ്. എല്ലാ സോങ്സും ഡിഫറെന്റ് കാറ്റഗറൈസേഷൻ ഉള്ള കുറച്ച് സോങ്സ് ആണ്. So it will be good. People will like it. That's what I think. ഞാൻ ഇത്ര നേരം ഇങ്ങനെ പ്രശാന്തായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നല്ല അടിപൊളി സൗണ്ടാ പ്രശാന്ത്. ഡബിങ് ചെയ്യാൻ അല്ല, ഡബിങ് ഇപ്പൊ ഞാൻ എന്റെ ഫിലിമിൽ ഞാൻ തന്നെ ഡബ് ചെയ്തു. നേരത്തെ കുറച്ച് ഫിലിംസ് ചെയ്തിരുന്നു, അതിനെല്ലാം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. സോ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും. നല്ല ഗംഭീരമുള്ള, പ്രത്യേകിച്ച് നമ്മള് മൂവിയില് ഇപ്പൊ ഡബിങ് ഒക്കെ ചെയ്യുമ്പോ ചില വില്ലന്മാർക്കൊക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഹീറോസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ നടത്തിയത് തിരുവനന്തപുരം സെൻറ് മേരീസ് പട്ടം സ്കൂൾ മുതൽ കണ്ണൂർ വരെ നമ്മൾ പ്രൊമോഷൻ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടിയ വലിയൊരു എക്സ്പീരിയൻസ് എന്താണെന്നറിയോ? അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികളെ തിയേറ്ററിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അതെന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമുക്ക് തന്നെ മനസ്സിലായ ഒരു വിഷയം, നമുക്ക് അറിയത്തില്ല സ്കൂളിലൊക്കെ ഇത് ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ കണ്ടന്റ് ഇപ്പം നമ്മളെ ഈ സാമൂഹ്യ പ്രശ്നം സമൂഹം ശരിക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് തന്നെ തോന്നുന്നു. അത് സ്കൂൾ പിള്ളേർ പ്രത്യേകിച്ച് കാണേണ്ട ഒരു വിഷയമാണ്. ബിക്കോസ് ഈ സ്കൂളിലൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ഇത് ആ ഒരു തരത്തിലുള്ള ഒരു ഫിലിമാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ്. അപ്പോൾ സ്കൂളിലൊക്കെ നമ്മളിതിന്റെ പ്രൊമോസും മറ്റു കാര്യങ്ങളൊക്കെ പറയുക, അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള കുറെ ഓഫേഴ്സ് സ്കൂൾസിൽ നിന്ന് കിട്ടിയത്. സോ നമ്മുടെ ഒരു പ്രൈമറി ടാർഗറ്റ് ആണ് സ്കൂൾ സ്റ്റുഡൻസ്.
നമ്മുടെ ഒരു ഓഡിയൻസ് ആയിട്ട് മാറാൻ പോകുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും എന്തോരം ന്യൂസ് അല്ലത്, ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഓരോരുത്തരും എന്തൊക്കെ ക്രൈമാണ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ന്യൂസ് ഈ അടുത്തന്നെ ഒരു ന്യൂസ് കണ്ടായിരുന്നല്ലോ, അമ്മയുടെ ഇത് നേരത്തെ മുതലേ ഉണ്ടല്ലോ, നമ്മുടെ ഡെക്കേഡ്സ് ബാക്ക് മുതലേ സംഭവമാണ്. പക്ഷെ അതിന്റെ പുതിയ പുതിയ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം ഡ്രഗ്സ് ആണെങ്കിലും അത് ന്യൂ ഫോംസിലാണ് വരുന്നത്. നേരത്തെ ഒരു ഡെക്കേഡ് ബാക്ക് അതൊന്നും അല്ല, നമ്മൾ വേറെ കുറെ ഡ്രഗ്സിന്റെ പേരാണ് കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എപ്പോഴാണേലും നമ്മൾ ഇതിന് റെലവൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഫിലിം ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് തികച്ചും അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. പിന്നെ ആക്ച്വലി വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടിച്ചൊരു കാര്യം പറയാം. ഈ ശരിക്കും ഓണത്തിന് റിലീസ് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒരു വർഷമായിട്ട് നമ്മുടെ സിനിമയുടെ ഓഡിയൻസിന്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇപ്പം മാർക്കോ ആൾക്ക് കാര്യം വെച്ചാൽ ഏകദേശം ഒരു 20-40 വയസ്സിനുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊരു വലിയൊരു പൾസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ സ്കൂളുകളിൽ നിന്ന് എക്സ്പീരിയൻസും പിന്നെ മറ്റ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കുമ്പോൾ നല്ല സിനിമയാണെങ്കിൽ ജനം സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്.